പുന്നാക സൗഗന്ധികല സത്കജാം കുരുവിന്ദമണിശ്രേണീ കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജത് അളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭാമൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യഗ്രഹതോരണ ചില്ലിക വക്രലക്ഷ്മീ പരീവാഹചലൻ മീനാഫലോചന നവചമ്പക പുഷ്പാഭാനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരീ നാസാഭരണപാസുര ഞങ്ങ ചൊല്ലിപ്പോകും. ഈ മേളിലോട്ടേ ചൊല്ലാവൂ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ജിതഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. പക്ഷെ നിങ്ങൾ ആ എനർജി കീപ്പ് ചെയ്ത് ചൊല്ലിയാൽ കുഴപ്പമില്ല. ചിലർ അവിടെ വരുമ്പോൾ ശ്വാസം താഴെ ഇടാനായിട്ടാണ് അതങ്ങനെ ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലരുത്. നിങ്ങൾ ആ പോകുന്ന റിതം, ആ പോകുന്ന ശ്വാസത്തിൻ്റെ നമ്മളാ കൊടുക്കുന്ന ശ്വാസത്തിൻ്റെ ആ എനർജിയുടെ ഒരു സോഴ്സ് അതെല്ലാം ഒന്ന് കീപ്പ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് അത് ബലം ചെയ്യുന്നത്. ചിലരിത് ഇന്നലെ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് നാമജപം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒരു ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുടെ അവിടെ ആരാണ്ട് വന്നപ്പോഴത്തേക്ക് അവരോട് സംസാരിക്കുകയും ഇതൊക്കെ മറ്റുള്ളവർക്കും കൂടെ അത് ഞാൻ അവസാനം പറഞ്ഞു. ഈ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രാണ ഊർജം ഈ ഇതുമായിട്ട് ഇങ്ങനെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീണ പോലെ നമ്മുടെ ശരീരം. അതിൽ നിന്ന് ഉണ്ടാകുന്ന നാദങ്ങൾ നമ്മൾ അക്ഷരങ്ങളായിട്ട് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിലിരുന്ന് ഈ ഭഗവതി ഇത് കേട്ടുകൊണ്ടിരിക്കുക. കുണ്ടലിനി ശക്തി ഉണർന്ന് ഇങ്ങനെ ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും നമ്മളത് മുറിച്ച് വെച്ചിട്ട് വേറെ വർത്താനം പറഞ്ഞാൽ ഒരു തീ കത്തിക്കുന്ന ഒരു ഇതില്ലേ, ഊതി കത്താറാകുമ്പോൾ നമ്മൾ വേറെ പണിക്ക് പോയാൽ അതെന്ത് ചെയ്യും? അണഞ്ഞു പോകും. എന്ന പോലെയാണിത്. ഒരു കനൽ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മളിങ്ങനെ എന്നും ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർത്തുകൊള്ളണം. നമ്മുടെ ജന്മം എന്താണെന്ന്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കോണം കേട്ടോ. നമ്മളൊന്നും ചുമ്മാതെ ഉണ്ടായവരല്ല. നമ്മൾ ഇന്നും അങ്ങോട്ട് ജനിച്ചവരല്ല. അല്ലെങ്കിൽ ഒരു 60 വർഷം മുമ്പ് ജനിച്ചവരല്ല നമ്മളൊന്നും. പണ്ടേ എത്ര അച്ഛന്മാരുടെയും എത്ര അമ്മമാരുടെയും ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ ഗജാനനം ഭൂതഗണാതിസേവിതം ഗജാനനം ഭൂതഗണാതിസേവിതം കപിസ്ഥജംബൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ചൊല്ലു. ഗജാനനം ഭൂതഗണാതിസേവിതം കപിസ്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഒന്നുകൂടി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിസ്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ ട്യൂണിൽ പാടിയാൽ മതി കേട്ടോ. ശിവശിവകരം അങ്ങനെ ചൊല്ലുന്നേ? അല്ലത് എങ്ങനെ ചൊല്ലുന്നേ നിങ്ങളെ ട്യൂണ്? മതി, കുഴപ്പമില്ല. പിന്നെ ഓം അത് ചൊല്ലുമ്പോൾ ഓം ചൊല്ലടവേ. ഓം അത് ഏതിൽ നിന്നെടുത്തതാ? ദേവി മഹാത്മ്യത്തിൽ നിന്നുള്ള വാക്കാ അത്. 11ാം അധ്യായത്തിലുള്ളതാണ്. സർവമംഗളമംഗല്യേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകെ ത്രയംബക പറയരുത്, തെറ്റാണേ.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. അതിനിടയ്ക്ക് ഓം എടുത്തോണം. നാരായണി നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ഹരിനാരായണി നമോസ്തുതേ. ജയ നാരായണി നമോസ്തുതേ. ഒരു മംഗള ഓം പറഞ്ഞിട്ട് സിന്ദൂരാരോഹണം തുടങ്ങിയാൽ മതി. ഓം അത് കഴിഞ്ഞിട്ട് ഓം കഴിഞ്ഞിട്ട് താളത്തിൽ പോകണം കേട്ടോ. കക്കക്കുട്ടി കല്ലിട്ട പോലെ പോവരുത്, താളത്തിൽ പോകണം കേട്ടോ. എന്നാലാണ് അതിനൊരു പ്രയോജനം ഉണ്ടാകുന്നത്. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമപേദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളിയൂരികാം സമന്തഹസിദേഷണാം ശശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിതൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിപിരാവൃതാമയൂഖൈർ അഹമിത്യേവ വിഭാവയേ ഭവാനിം. ഈ താളത്തിൽ പോണേ. എന്നാൽ അത് കേൾക്കാനൊരു നല്ല തിരയടിച്ചു വരുന്ന പോലെ ഇരിക്കും നമ്മളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് ചൊല്ലുമ്പോൾ.